ഞാൻ പരിഷത്തിലൂടെയാണ് സത്യം പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ നോക്കിക്കണ്ടത്. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന കൃത്യമായ മുദ്രാവാക്യം പറയുവാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കുവാൻ സാധിച്ച ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ഞാൻ ഇവാൻ ഇല്ലിച്ചിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിലും പൗലോ ഫ്രോയറെ വിദ്യാഭ്യാസപരമായ ചിന്തകളാണെങ്കിലും ഒക്കെ ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് പരിഷത്തിന്റെ പുസ്തകങ്ങളിലൂടെയാണ്. ആ പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാനിത് ഗ്രഹിക്കുമ്പോൾ തന്നെ കേരളത്തിൽ അതിന്റെ കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന, പറയുക മാത്രമല്ല, സംവേദിക്കുക മാത്രമല്ല, പ്രാവർത്തിക പദത്തിലെത്തിക്കുവാനും പരിഷത്തിന് സാധിച്ചു എന്നതാണ്. ഇന്ന് നിലമ്പൂരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് ഇന്ത്യയിലെ ആദ്യമായി എല്ലാവർക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്ത ഒരു ഗ്രാമമായി നിലമ്പൂരിനെ പ്രഖ്യാപിച്ചത് പരിഷത്തിന്റെ വലിയ സഹായം കൊണ്ടുകൂടിയാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഇന്ന് ഞങ്ങൾ നിലമ്പൂർ നഗരത്തിൽ 35 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകൾക്കും 10ാം ക്ലാസ് വിദ്യാഭ്യാസം തുല്യത കൊടുക്കുന്ന വലിയൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2519 പേർ പഠിക്കുന്നു, 82 സെന്ററുകൾ നടക്കുന്നു, 235 ഫെസിലിറ്റേറ്റർമാരുണ്ട്. വലിയൊരു സന്നാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെപ്റ്റംബറോടുകൂടി അത് പൂർത്തീകരിച്ചാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി എല്ലാവർക്കും 10ാം ക്ലാസ് 35 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകൾക്കും 10ാം ക്ലാസ് കൊടുക്കുന്ന ഒരു നഗരമായി മാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, സത്യമേയ പദ്ധതിയാണെങ്കിലും കേരളത്തിന്റെ മാത്രമല്ല, വിദ്യാഭ്യാസപരമായ ഒരു പുതിയ ചിന്തക്ക് വാതിൽ തുറന്നിടാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് സാധിച്ചു. എനിക്ക് എന്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഈ നിലമ്പൂരിലെ പരിമിതമായ സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും നിങ്ങൾക്കറിയാം, ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ചാലിയാറാണ്. ചാലിയാർ പുഴ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിലിരിക്കാൻ കഴിയുന്ന ഒരു സ്കൂൾ ഇന്ന് മാനവേദൻ സ്കൂളാണ്. മാത്രമല്ല, ഇവിടെയുള്ള ആദിവാസികൾ, പ്രിമിറ്റീവ് ട്രൈബ്സ് മാത്രമല്ല, ഇവിടുത്തെ കോവിലകം രാജാക്കന്മാരും ഇവിടുത്തെ ആദിവാസി സമൂഹവും ഇവിടെ വന്നിട്ടുള്ള കുറെ മാപ്പിളമാരും മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി ഇവിടെ കൃഷി ചെയ്യാൻ പഠിപ്പിച്ച കുറെ ക്രിസ്ത്യൻ സമൂഹവും എല്ലാവരും ഒരുമിച്ച് ഒരു വലിയ മതേതര പാരമ്പര്യത്തിന്റെ മണ്ണാണ് നിലമ്പൂർ. ഈ മണ്ണിനെ കൂടുതൽ അറിയാൻ, കൂടുതൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, നിങ്ങളുടെ മുന്നിൽ തുറന്നിടാൻ നിങ്ങളൊരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്, എന്തെങ്കിലും തേക്കിനെ കാണാം, അങ്ങനെയുള്ള ഒരു നഗരം കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതാണ് നിലമ്പൂർ. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നിലമ്പൂരിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു, നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുതുകാടാണ്. മുതുകാടിന് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഞാൻ അടക്കമൊന്ന് ഉയരുകയാണ്. അതാണ് മുതുകാടിന്റെ പ്രത്യേകത. മറ്റു നിലമ്പൂരിൽ ഇവിടെ ജനിച്ചു വളർന്ന്, ഇവിടെ സാധാരണ നിങ്ങളെപ്പോലത്തെ സ്കൂളിൽ പഠിച്ച്, ഇവിടെ നിന്ന് മാജിക് കല സ്വന്തമായി അഭ്യസിച്ച്, പിന്നെ അതിൽ തനതായ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ള മുതുകാടിനെ പോലെ വളരെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു കലാകാരനെ ആണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ലഭിച്ചത് എന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഗോപിനാഥ് മുതുകാടിനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.